എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുവേ നമുക്ക് എന്നും സ്പെഷ്യലാണ് എന്നും സ്പെഷ്യലാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ സ്പെഷ്യലുള്ള ദിവസം മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. ചില ദിവസങ്ങളിൽ രാത്രി ദോശയും ചമ്മന്തിയായിരിക്കും, ചിലതെന്നല്ല മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എഡിറ്റ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് ബിരിയാണി ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മട്ടൻ വാങ്ങിച്ചു. കാരണം ഇടയ്ക്ക് കുറേ നാളായിട്ട് ചിക്കൻ മാത്രമാണ്. അപ്പം മട്ടനൊക്കെ ആകുമ്പോൾ തന്നെ തണുപ്പല്ലേ ബോഡിക്ക് കിട്ടണത്. അതുകൊണ്ട് മട്ടനായിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം, എപ്പോഴും നല്ല ജ്യൂസി ആയിട്ട് നല്ല ചാറോട് കൂടിയ കറികൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കങ്ങനെയൊന്നുമല്ല. ചാറൊന്നും ഇല്ലെങ്കിലും എനിക്ക് നല്ല ഗ്രേവി ഇല്ലാതെ നല്ല കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ചേട്ടനും അച്ഛനും ഒക്കെ എപ്പോഴും നല്ല ചാറൊക്കെ വേണം കറികൾക്ക്. അത് എന്ത് കറിയും ആയിക്കോട്ടെ അങ്ങനെ വേണം. എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നോർമലായിട്ട് മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മട്ടൺ കുക്കറിൽ ഓൾറെഡി വേവിക്കണം. കാരണം അതിന് വേവ് നല്ല കൂടുതലാണ്. ചിക്കനെ പോലെ നമുക്ക് നോർമലി പാത്രത്തിലൊന്നും അങ്ങനെ വേവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മട്ടൺ അങ്ങനെ വേവിക്കാനായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി അങ്ങ് വെച്ചിട്ട് അതിൻ്റെ മസാലയ്ക്കുള്ള ബിരിയാണി മസാലയ്ക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മട്ടൺ എടുത്തിട്ട് നല്ല ചാറോട് കൂടിയ ഒരു കറി പോലെയും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് ബിരിയാണിക്ക് എടുക്കാം, ബാക്കി എങ്ങാനും വരികയാണെങ്കിൽ രാത്രിത്തേക്കൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവരും എന്നും സ്പെഷ്യലാണെന്ന് വിചാരിക്കരുത്. ഞാൻ സ്പെഷ്യലുള്ള ദിവസം മാത്രമേ വീഡിയോ ഇടാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം മറ്റുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ എടുക്കാറൊന്നും ഇല്ലല്ലോ എന്ന്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി എന്ന് പറയുന്നത് അതങ്ങ് അറ്റത്തെ മടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ എഡിറ്റ് ചെയ്യുമ്പം എല്ലാം കൂടെ എടുത്ത് വെച്ച് അങ്ങ് എഡിറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ദിവസം ഓരോന്നുകൊണ്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് മലക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറികൾ, അതായത് ഈ സവാളയും ഉള്ളിയും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സിനിമയൊക്കെ വെച്ചിട്ട് ചേട്ടൻ അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഞാനും ഒരു സൈഡിൽ കൂടെ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പാറക്കുട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ബഹളവും ഇല്ല. അവൾ ഡാൻസ് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ഈ സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി വയ്ക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ബിരിയാണി ആണെന്നോ ചിക്കൻ ആണെന്നോ അവിടെ ഇരുന്നിട്ട് പറ്റുന്നില്ല. സ്പീഡ് കൂട്ടിയിട്ടേക്കണോടാണ് ഈ പാട്ടൊക്കെ ഇങ്ങനെ സ്പീഡിൽ കേട്ടത്. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് സവാളയൊക്കെ അരിയുമ്പം അവിടെ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ തോലൊക്കെ ഇങ്ങനെ പറന്ന് പോവുകയാണ്. ഫാനൊന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു സിനിമയൊക്കെ പിന്നെ കാണാം, ഇവിടെ ഇരുന്ന് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ വരും പാഞ്ഞു പിടിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് കഴിക്കാൻ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഓടി വന്ന് ഇതൊക്കെ റെഡിയാക്കിയാണ്. ബിരിയാണി മാത്രമായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അവൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അരപ്പൊന്നും ഇല്ലാതെ ഗ്രേവിയൊക്കെ കുറച്ചിട്ടുള്ള കറികളാണ് അവൾക്ക് കൊടുത്ത് ശീലിക്കുന്നത്. കാരണം എല്ലാം കഴിച്ച് ശീലിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ അങ്ങനെയാണ്. എനിക്കിപ്പം വെള്ളം പോലെ ഇരിക്കണം, അല്ലെങ്കിൽ ചാറ് കൂടുതൽ വേണമെന്നുമില്ല, അരപ്പ് മാത്രം മതി എന്നൊന്നുമില്ല. എനിക്ക് തൊട്ട് കൂട്ടാൻ ഒരു അച്ചാർ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആയാലും മതി. ഇത് നമ്മൾ ബിരിയാണിക്കുള്ള ഗ്രേവിയാണ്, അത് കുറച്ച് വെള്ളമായിപ്പോയി. അപ്പോൾ അത് വറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ബിരിയാണിയുടെ ടോപ്പിലൊക്കെ ഇടാനായിട്ട് കുറച്ച് ക്യാരറ്റ്, ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഞാൻ നോർമലി ഈ മല്ലിയിലയൊന്നും ഇങ്ങനെ മൂപ്പിച്ചിടാറില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഒരു വീഡിയോയിൽ കണ്ടാണ് ക്യാരറ്റ് മല്ലിയിലേക്ക് കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മണം കാണും എന്നുള്ളത്. അങ്ങനെ ഞാൻ അതുകൂടെ ഇട്ടു. പിന്നെ ഒരു കാര്യം, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, പാൽ കൂടെ ഒഴിച്ചാൽ നമുക്ക് നോർമലി കടയിൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് കിട്ടുമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു ഞായറാഴ്ച ആ ബിരിയാണിയിലോട്ടാക്കി ഞങ്ങളുടെ മുഴുവൻ സന്തോഷം.